ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. ശ്യാമവേദിയിൽ നിന്ന് പറയുകയാണ്, എൻ്റെ വിജയത്തിൻ്റെ കാരണം മറ്റൊന്നു കൂടിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വസുന്ധരാമ്മ എനിക്ക് പകർന്നു തന്ന തീയാണ് എൻ്റെ ഈ വിജയത്തിൻ്റെ കാരണം. തുടർന്ന് ആങ്കർ വസുന്ധരയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വസുന്ധര പോകാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും വർമ്മയും മറ്റുള്ളവരും പറയുമ്പോൾ വസുന്ധര വേദിയിലേക്ക് കയറുന്നു. തുടർന്ന് വസുന്ധരയെ ശ്യാമയുടെ അടുത്തേക്ക് പിടിച്ചു നിർത്തുകയാണ് ആങ്കർ. ശ്യാമയെ മോളെ പോലെ സ്നേഹിക്കുന്ന വസുന്ധരാമയ്ക്ക് ശ്യാമയുടെ വിജയത്തെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാമെന്ന് ആങ്കർ പറയുന്നു. തുടർന്ന് ശ്യാമ വസുന്ധരയ്ക്ക് മൈക്ക് നൽകുമ്പോൾ വാക്കുകൾ കിട്ടാതെ പരതുകയാണ് വസുന്ധര. ഒടുവിൽ വസുന്ധര പറയുകയാണ്, ശ്യാമ പറഞ്ഞത് ശരിയാണ്, ഞാനും ശ്യാമയും അമ്മയും മകളെയും പോലെയാ. അപ്പോൾ ശ്യാമ പറഞ്ഞതുപോലെ ശരിക്കും മാം കൊടുക്കുന്ന പ്രോത്സാഹനമാണല്ലേ ഈ വിജയത്തിൻ്റെ പിന്നിലെന്ന് ആങ്കർ ചോദിക്കുമ്പോൾ അത് സമ്മതിക്കുകയാണ് വസുന്ധര. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിൽ സന്തോഷമുണ്ട്. മരുമകൾക്ക് അല്ല, മകൾക്ക് അമ്മ ഈ വേദിയിൽ വെച്ച് നൽകുന്ന സമ്മാനമായിരിക്കും ശ്യാമയ്ക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. വിജയിച്ച മകൾക്ക് മാമിൻ്റെ സ്നേഹത്തിൻ്റെ ചുംബനം അത് നൽകണം. പ്ലീസ് മാം, നിങ്ങളുടെ രണ്ടാളുടെയും സ്നേഹം ഒരു മാതൃകയാകട്ടെ എന്നും ആങ്കർ പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് എല്ലാവരും കൈയടിക്കുമ്പോൾ ശ്യാമയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് വസുന്ധര. കണ്ണീരോടെ വസുന്ധരയുടെ ചുംബനം ശ്യാമ ഏറ്റുവാങ്ങുന്നു. തുടർന്ന് വസുന്ധര വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് മൈക്ക് വാങ്ങിയിട്ട് ശ്യാമ പറയുകയാണ്, ഈ ഫ്ലോറിൽ നിന്നും പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കടം കൂടി ബാക്കിയുണ്ട്. മ്യൂസിക് ഷോയിൽ കഴിഞ്ഞ റൗണ്ട് വരെ ജഡ്ജായിരുന്ന GK സാറിനോട് എനിക്ക് മാപ്പ് ചോദിക്കണം. GK സാറിനെ ഞാനൊന്ന് വേദിയിലേക്ക് വിളിച്ചോട്ടെ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വിളിച്ചോളാൻ ചാനലിന്റെ ഹെഡ് പറയുന്നു. ചെയ്യാത്ത തെറ്റിന് എൻ്റെ ഗുരുതുല്യനായ GK സാറിന് ഒരുപാട് സഹിക്കേണ്ടി വന്നു. തുടർന്ന് GK വേദിയിലേക്ക് വരുമ്പോൾ ശ്യാമ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, സാറിനെ അവിശ്വസിച്ചവർക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുകയാണ്. തുടർന്ന് ശ്യാമയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി GK പറയുകയാണ്, ഞാൻ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല. ശ്യാമയുടെ പാട്ടിന് യോഗ്യമായ മാർക്ക് തന്നെയാ ഞാൻ നൽകിയത്. പിന്നെ ശ്യാമ ആരാണെന്ന് ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. കൃഷ്ണതുളസി എന്ന പേരിൽ ഹിറ്റായ ആ പാട്ട് പാടിയത് നമ്മുടെ ഈ ശ്യാമയാണ്. ഇത് കേൾക്കുന്ന വിസ്മയയും അരുന്ധതിയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം ഇത് കേട്ടിട്ട് വസുന്ധരയ്ക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല. തുടർന്ന് GK പറയുകയാണ്, എന്നെ നിങ്ങൾ അവിശ്വസിച്ച് പുറത്താക്കി, എന്നിട്ട് നിങ്ങൾ പകരം കൊണ്ടുവന്ന ജഡ്ജോ പ്രശസ്ത ഗായിക വിസ്മയ. ഞാൻ ഈ വേദിയിൽ വെച്ച് വിസ്മയയെ വെല്ലുവിളിക്കുകയാണ്. ഒരു പാട്ട്, ഏതെങ്കിലും ഒരു 4 വരി പാട്ട് ഈ സദസ്സിന് മുന്നിൽ വിസ്മയ ഭംഗിയായി തന്നെ പാടണം. ഇത് കേൾക്കുന്ന വിസ്മയ ഞെട്ടലോടെ അരുന്ധതിയെ നോക്കുകയാണ്. വിസ്മയ പാടൂ, ജഡ്ജായി ഇരുന്നതല്ലേ, തൻ്റെ യോഗ്യത താൻ തന്നെ തെളിയിക്കാൻ GK പറയുമ്പോൾ തല കുനിച്ച് നിൽക്കുകയാണ് വിസ്മയ. തുടർന്ന് ഒരു ജഡ്ജ് പറയുകയാണ്, GK എന്തായി പറയുന്നത്? ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടി പ്രശസ്തയായ ആളല്ലേ വിസ്മയ? അതെ, അത് ശരി തന്നെയാ. പക്ഷേ വിസ്മയ്ക്ക് വേണ്ടി ആ പാട്ടുകളെല്ലാം പാടിയത് ഈ നിൽക്കുന്ന ശ്യാമയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ചാനലിന്റെ ഹെഡ് പറയുകയാണ്, ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്, ഇങ്ങനെ ലൈവിൽ വെച്ച് ഒരു ഗായികയെ അധിക്ഷേപിക്കരുത്. ഇതെന്റെ വാശിയോ പ്രതികാരമോ ഒന്നുമല്ല. ഇനിയെങ്കിലും ലോകം മുഴുവൻ സത്യം അറിയണം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ഈ നിമിഷം ഈ വേദിയിൽ വെച്ച് ഞാൻ എൻ്റെ മ്യൂസിക് കരിയർ അവസാനിപ്പിക്കും. വിസ്മയ പാട്ട് പാടട്ടെ. തുടർന്ന് വിസ്മയ തല കറങ്ങുന്നത് പോലെ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ അഖില് പറയുകയാണ്, വിസ്മയെ ഇപ്പോൾ വേദിയിലെല്ലാം പാടാൻ പറയുമ്പോഴുള്ള സ്ഥിരം അഭിനയമാ ഈ തലകറക്കവും ക്ഷീണവും, അതൊന്നും ഇവിടെ ഏൽക്കില്ല. തുടർന്ന് അഖില് പറയുകയാണ്, GK സാർ പറഞ്ഞതൊന്നും കള്ളമല്ല, അതിന് ശക്തമായ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കേൾക്കുന്ന വിസ്മയ പേടിയോടെ അഖിലിനെ നോക്കുകയാണ്. തുടർന്ന് അഖില് വിസ്മയ്ക്ക് വേണ്ടി ശ്യാമ പർദ്ദയിട്ട് പാട്ടുപാടുന്ന സ്റ്റുഡിയോയിലെ രംഗമെല്ലാം എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് വസുന്ധര അടക്കം എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. ഇതിപ്പോ നേരിട്ട് കണ്ട ഓഡിയൻസ് തന്നെ പറയൂ, ശ്യാമയാണോ ശരി അതോ വിസ്മയോ? ഇത് കേൾക്കുന്ന വേദിയിലുള്ള ഒരാൾ പറയുകയാണ്, ഇത്രയും നാളും അമ്മയും മോളും നമ്മളെ പറ്റിക്കുകയായിരുന്നോ? ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, വിസ്മയ എന്താണെങ്കിലും പാട്ട് പാടണം. അങ്ങനെ ഓഡിയൻസ് എല്ലാവരും വിസ്മയ പാടാൻ പറഞ്ഞു ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അരുന്ധതി വേദിയിലേക്ക് കയറുകയും വിസ്മയം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അമ്മ GK സാറിനോട് നന്ദി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം എല്ലാവരും ശ്യാമയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നതാണ്. തുടർന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ട് അഖിലവിടെ മാറി നിൽക്കുമ്പോൾ വസുന്ധരയും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വരുന്നു. ഈ കാഴ്ച കണ്ട് അവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, കണ്ടില്ലേ അമ്മേ, അമ്മയുടെ മകൻ നിൽക്കുന്നത്?
ഇനിയിപ്പോ ശ്യാമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അഖി പിന്തള്ളപ്പെടും. അവസാനം അവളുടെ പിന്നാലെ ഒരു കുടയും പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അമ്മയുടെ മകന്റെ ജീവിതമേ നായ നക്കിയ പോലെയായി. ഇതൊക്കെ കേൾക്കുന്ന വസുന്ധര ഭയത്തോടെ അഖിലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക 9's ക്രിയേഷൻസ്.